കേരളത്തിലെ ആദ്യത്തെ ബസ് സർവീസ് തുടങ്ങിയതിന് പിന്നിലെ കഥയാകാം ഇന്ന്. അങ്ങനെ ഒരു കഥയ്ക്ക് എന്താണ് പ്രസക്തി എന്ന് ചിലർക്കെങ്കിലും തോന്നിക്കാണില്ലേ? എന്നാൽ ആ ചരിത്രത്തിന് പിന്നിൽ കൗതുകം നിറഞ്ഞ ഒരു കഥയുണ്ട്. കേരളത്തിലെ ആദ്യത്തെ ബസ് വാങ്ങാൻ അതിന്റെ ഉടമയ്ക്ക് ചിലവായ തുക 1000 പവൻ സ്വർണമാണ്. ഇന്നത്തെ വിലയനുസരിച്ച് 4 കോടിയോളം രൂപ. അന്ന് അത്രയും സ്വർണത്തിന് കുറഞ്ഞത് 3000 ഏക്കർ ഭൂമി ലഭിക്കുമായിരുന്നു എന്ന് പറയുമ്പോഴാണ് ആ കഥയുടെ കൗതുകം ചുരുളഴിഞ്ഞു തുടങ്ങുക. ചാനൽ മലയാളത്തിലേക്ക് സ്വാഗതം. കഥ തുടങ്ങുന്നത് ഒരു നൂറ്റാണ്ട് മുൻപാണ്. 110 വർഷങ്ങൾക്ക് മുൻപ് ഒരു ദിവസം കോട്ടയം പാലാ നഗരത്തിലുള്ള കയ്യാലയ്ക്കകം വീട്ടിൽ ജോസഫ് അഗസ്തി എന്ന 18കാരൻ ഒരൊറ്റയാൾ സത്യാഗ്രഹം തുടങ്ങി. ഊണും ഉറക്കവും എല്ലാം ഉപേക്ഷിച്ചുള്ള ഒരു സമരം. പിതാവ് മരിച്ച് ദുരിതത്തിലായ ജോസഫിനെയും സഹോദരൻ തോമസിനെയും പിതൃ സഹോദരൻ കൊച്ചുമാത്തച്ചൻ എന്ന അഗസ്തി മത്തായി ഈരാറ്റുപേട്ട മങ്കൊമ്പിൽ നിന്നും പാലായിലേക്ക് കൊണ്ടുവന്നിട്ട് അധികം കാലമായിട്ടില്ല. കൊച്ചുമാത്തച്ചനെ കൊണ്ട് ഒരു കാര്യം സാധിക്കാനാണ് ജോസഫിന്റെ സത്യാഗ്രഹം. കോട്ടയം പാലാ റൂട്ടിൽ ഒരു ബസ് സർവീസ് തുടങ്ങണം എന്നതായിരുന്നു ജോസഫിന്റെ സമരാവശ്യം. അത് നീണ്ടപ്പോൾ കൊച്ചുമാത്തച്ചന്റെ ഭാര്യയുടെ മനസ്സലിഞ്ഞു. പിള്ളേരുടെ ആഗ്രഹം എന്നാന്ന് വെച്ചാൽ അതങ്ങ് സാധിച്ചു കൊടുത്തേക്കാൻ ഭാര്യ മാത്തച്ഛനെ നിർബന്ധിച്ചു. ഒടുവിൽ കൊച്ചുമാത്തച്ഛൻ അതിനു വഴങ്ങി. ആ സമ്മതം മൂലലാണ് കേരളത്തിന്റെ ചരിത്രം തിരുത്തിക്കുറിച്ച മഹാസംഭവത്തിന് തുടക്കം. അങ്ങനെ 1910 കേരളത്തിലെ ആദ്യത്തെ ബസ് സർവീസ് കോട്ടയം പാലാ റൂട്ടിൽ തുടങ്ങി. മീനച്ചിൽ മോട്ടോർ അസോസിയേഷൻ. ജോസഫിന്റെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ അഗസ്തി മത്തായിക്ക് ചെലവഴിക്കേണ്ടി വന്നത് 1000 പവൻ സ്വർണമായിരുന്നു. ഇന്നത്തെ സ്വർണവില അനുസരിച്ച് 4 കോടിക്കടുത്ത് രൂപ. അന്നത്തെ കാലത്ത് 1000 പവൻ സ്വർണം കൊടുത്താൽ മലയോര മേഖലയിൽ 3000 ഏക്കറിലേറെ വാങ്ങാൻ കഴിയും. പക്ഷേ ചരിത്രം സൃഷ്ടിക്കുവാനായിരുന്നു കൊച്ചുമാത്തച്ഛന്റെ നിയോഗം. അതിനു മുൻപും ഒറ്റക്കുതിര വലിക്കുന്ന വില്ലുവണ്ടിയും ചവിട്ടുവണ്ടി എന്നറിയപ്പെടുന്ന സൈക്കിളും ആദ്യം പാലായിൽ എത്തിച്ചതും കൊച്ചുമാത്തച്ഛനാണ്. പാലാ വഴി അതിരമ്പുഴ ഈരാറ്റുപേട്ട റോഡ് പൂർത്തിയാകുന്നത് 1868. അത് 1893 തൊടുപുഴയിലേക്ക് നീണ്ടു. 1908 കൊച്ചുമാത്തച്ഛൻ മീനച്ചിൽ മോട്ടോർ അസോസിയേഷൻ എന്ന പേരിൽ കമ്പനി രജിസ്റ്റർ ചെയ്തു. തിരുവിതാംകൂറിൽ രജിസ്റ്റർ ചെയ്യുന്ന 3ാമത്തെ കമ്പനി. അടുത്ത വർഷം ഫ്രാൻസിൽ നിന്ന് കപ്പലിൽ ജോസഫിന്റെ സ്വപ്നം കടൽ കടന്നെത്തി. ത്രോണിക് ക്രാഫ്റ്റ് എന്ന കമ്പനി നിർമ്മിച്ച ബസ്. ഇരുമ്പു വളയത്തിന് ചുറ്റും റബ്ബർ പൊതിഞ്ഞ ടയർ, പലക കൊണ്ടുള്ള സീറ്റുകൾ. മദിരാശിയിലെ സിംസൺ ആൻഡ് കമ്പനി ആയിരുന്നു ഇടനിലക്കാർ. ബസിന്റെ അറ്റകുറ്റപ്പണി നടത്തലും ഡ്രൈവറെ പരിശീലിപ്പിക്കലും എല്ലാം അവരുടെ ഉത്തരവാദിത്തമായിരുന്നു. ചങ്ങനാശ്ശേരിയിലെ പ്രമുഖ കുടുംബത്തിൽ നിന്ന് ഒരാളെയാണ് ഡ്രൈവറായി നിയോഗിച്ചത്. ലഭിച്ച അപേക്ഷകളിൽ നിന്ന് കുടുംബത്തിന്റെ സാമ്പത്തിക സ്ഥിതി വിലയിരുത്തിയായിരുന്നു നിയമനം. അദ്ദേഹത്തെ മദിരാശിയിൽ വിട്ട് പരിശീലിപ്പിച്ചു. ഇന്നത്തെ പൈലറ്റിനുള്ളതിനേക്കാൾ പവർ അന്നത്തെ ബസ് ഡ്രൈവർക്കുണ്ടായിരുന്നു. സായിപ്പുമാർ ധരിക്കുന്ന മാതൃകയിലുള്ള തൊപ്പി, മുട്ടിന് താഴെ വരെ എത്തുന്ന ഷൂസ്, നിറയെ പോക്കറ്റുള്ള കോട്ട്, ടൈ എന്നിങ്ങനെയായിരുന്നു ഡ്രൈവറുടെ വേഷം. ബസിന്റെ ഇന്ധനമായ കൽക്കരി കൊച്ചിയിൽ നിന്ന് വള്ളത്തിൽ പാലായിൽ എത്തിച്ചു. 1910 പകുതിയോടെ പാലായിൽ നിന്ന് കോട്ടയത്തേക്ക് മൺ റോഡിലൂടെ മന്ദം ബസ് ഓടി തുടങ്ങി. കാളവണ്ടികളും കുതിരവണ്ടികളും പിടിവണ്ടികളും മാത്രമുള്ള റോഡിലൂടെ മോട്ടോർ ബസിന്റെ യാത്ര. രാവിലെ പാലായിൽ നിന്ന് ഓട്ടം തുടങ്ങുന്ന വണ്ടി ചെങ്കലുകളും കുഴികളും നിറഞ്ഞ മൺപാതയിലൂടെ 25 കിലോമീറ്റർ പിന്നിട്ട് 2.5 മണിക്കൂറോളം എടുത്ത് കോട്ടയത്തെത്തും. പിന്നെ 2 മണിക്കൂർ വണ്ടിക്കും ഡ്രൈവർക്കും വിശ്രമം. വൈകുന്നേരത്തോടെ തിരിച്ച് പാലായിലേക്ക്. സ്റ്റോപ്പുകളോ നിർത്താൻ മണിയൊടിയോ ഒന്നുമില്ല. സാർ എന്ന് യാത്രക്കാരൻ നീട്ടി വിളിക്കും. ഡ്രൈവർ സാർ വണ്ടി നിർത്തും. 10 സീറ്റുള്ള വണ്ടിയിൽ പലപ്പോഴും പകുതി ആളുപോലും ഉണ്ടാകില്ല. കൊച്ചിയിൽ മെട്രോ ആരംഭിച്ചപ്പോൾ അതിൽ കയറാൻ കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും ജനം കൊച്ചിയിലേക്ക് എത്തിയതുപോലെ ബസ്സിൽ കയറാൻ മാത്രമായി പലയിടങ്ങളിൽ നിന്നും ആളുകൾ വന്നെത്തി. കാഞ്ഞിരപ്പള്ളി, പൊൻകുന്നം, മുണ്ടക്കയം ഭാഗങ്ങളിൽ നിന്ന് പുലർച്ചെ ചൂട്ട് കത്തിച്ച് നടന്ന് പാലായിലെത്തി ബസ്സിൽ കയറി കോട്ടയത്ത് ചെന്ന് എത്തുന്നത് അക്കാലത്ത് ഒരു ബസ് യാത്രികന് ലോക സഞ്ചാരം ചെയ്ത അനുഭൂതി സമ്മാനിച്ചു. കാൽചക്രമായിരുന്നു ടിക്കറ്റ് നിരക്ക്. പക്ഷെ ആ തുകയ്ക്ക് മറ്റ് പല ആവശ്യങ്ങളും നിറവേറ്റാനുണ്ടായിരുന്ന ജനം കാൽനടയാണ് കൂടുതലും തിരഞ്ഞെടുത്തത്. കയറാൻ പണം മുടക്കാനില്ലാത്തവർ പാലായിലെത്തി ബസ് കണ്ടും ചിലർ ഭയഭക്തിയോടെ തൊട്ടും നിർവൃതി അടഞ്ഞു. അക്കാലത്ത് കൊച്ചി പുരോഗമിച്ചു വരുന്നതേയുള്ളൂ. ആലപ്പുഴയാണ് വലിയ പട്ടണം. അത് കഴിഞ്ഞാൽ കൊല്ലം. വ്യാപാരങ്ങളും വ്യവസായങ്ങളും ശക്തിപ്പെട്ടിരുന്ന കൊല്ലത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് ധാരാളം യാത്രക്കാരെ കിട്ടാൻ സാധ്യതയുണ്ടെന്ന് ജോസഫ് അഗസ്തിക്ക് തോന്നി.
അങ്ങനെ 1912 2 വലിയ കെട്ടുവള്ളങ്ങൾ ചേർത്ത് വെച്ച് അതിൽ ബസ്സുമായി കൊല്ലത്തേക്ക് ജോസഫ് അഗസ്തിയും ഡ്രൈവറും ഫ്രാൻസിൽ നിന്നെത്തിച്ച ബസ്സും യാത്ര തിരിച്ചു. ജോസഫിന്റെ നിഗമനം ശരിയായിരുന്നു. കൊല്ലം തിരുവനന്തപുരം റൂട്ടിൽ ധാരാളം യാത്രക്കാരെ കിട്ടി. 1919 വരെ ഈ റൂട്ടിൽ മീനച്ചിൽ മോട്ടോർ അസോസിയേഷൻ ബസ് ഓടി. 1918 ജനുവരി 4 കൊല്ലം തിരുവനന്തപുരം റൂട്ടിൽ ട്രെയിൻ ഓടിത്തുടങ്ങിയതോടെ ബസ്സിൽ ആള് കുറഞ്ഞു തുടങ്ങി. ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷമുള്ള അനിശ്ചിതത്വം മൂലം ബസിന്റെ സ്പെയർ പാർട്സ് കിട്ടാതായി. ഇതിനിടെ പെട്രോൾ എഞ്ചിനിലേക്ക് മാറിയ വണ്ടിക്ക് പെട്രോൾ ക്ഷാമവും വിനയായി. അതോടെ 1922 ഓട്ടം അവസാനിപ്പിച്ചു. പിന്നീട് വാങ്ങിയതിലും വളരെ കുറഞ്ഞ വിലയ്ക്ക് ബസ് മദിരാശിയിലുള്ള ആർക്കോ വിറ്റു. അങ്ങനെ ആ മഹായാനത്തിന് തിരശീല വീണു. ഇന്ന് മരണപ്പാച്ചിലും ഗതാഗത നിയമ ലംഘനങ്ങളുടെ നീണ്ട പട്ടികയുമായി ബസ്സുകൾ എന്നത് ജനങ്ങളുടെ പേടി സ്വപ്നമായി മാറിയ കാലത്ത് നമ്മൾ അറിയണം, കാൽചക്രം ടിക്കറ്റ് ഈടാക്കി 100 ആണ്ട് സർവീസ് നടത്തിയാലും മുടക്കിയ 1000 പവൻ സ്വർണത്തിന്റെ 100-1 പോലും ഉണ്ടാക്കാൻ കഴിയില്ല എന്നറിഞ്ഞിട്ടും ജനനന്മയ്ക്കായി ഒരു മഹാപ്രസ്ഥാനം തുടങ്ങിവെച്ച കൊച്ചു മാത്തച്ഛൻ എന്ന മനുഷ്യന്റെ മനസ്സിനെയും ആ മഹാപ്രസ്ഥാനത്തെ ആരാധനയോടെ നോക്കിക്കണ്ട ഒരു സമൂഹത്തെയും കാലത്തെയും. ഇന്നത്തെ ഈ അറിവ് നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ വിലയേറിയ ഫീഡ്ബാക്ക് ഞങ്ങളെ അറിയിക്കുക. മികച്ചൊരു അറിവുമായി വീണ്ടും എത്തുന്നതുവരേക്കും ഗുഡ് ബൈ, ടേക്ക് കെയർ.